സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോ ആണ്. അതായത് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഒരു ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു ട്രേസിങ് പേപ്പർ വേണം. ട്രേസിങ് പേപ്പർ അല്ലെങ്കിൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് ആയാലും മതി. സോ പ്രിൻ്റ് ഔട്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് യെല്ലോ കാർബൺ. നമ്മൾ ഫാബ്രിക്സിൽ ട്രേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് യെല്ലോ കാർബൺ ആണ്. അപ്പോൾ യെല്ലോ കാർബൺ വെച്ചിട്ട് നമ്മൾ സാധാരണ പോലെ ട്രേസ് ചെയ്യുന്ന പോലെ ട്രേസ് ചെയ്ത് ഫാബ്രിക്കിലേക്ക് നമ്മൾ അതിൻ്റെ പ്രിൻ്റ് വരുത്തും. സോ പ്രിൻ്റ് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എംബ്രോയ്ഡറിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ഹൂപ്പ് വേണം. ഈ ഫാബ്രിക് ശരിക്കും നമ്മൾ ഈ ഇതിനകത്ത് നല്ലോണം ഫിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഈ എംബ്രോയ്ഡറി ഹൂപ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് മാസ്കിംഗ് ടേപ്പാണ്. ഈ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഞാൻ ഇത് ഫുൾ കവർ ചെയ്യും. എന്നിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പിന്നെ തുണി ചുറ്റുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം. എനിക്ക് കൂടുതലും ഈ സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ഈ മാസ്കിംഗ് ടേപ്പ് ആ ടൈപ്പ് സാധനങ്ങൾ ചുറ്റുന്നതാണ് എനിക്ക് കൂടുതലും നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. സോ ഞാൻ അതാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഞാൻ ചുറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചുറ്റിയിട്ട് വേണം ഇത് നമ്മളുടെ എംബ്രോയ്ഡറി ഹൂപ്പ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ത്രെഡ് വേണം. പിന്നെ നമുക്കറിയാലോ നീഡിൽ ശരിക്കും പറഞ്ഞാൽ നീഡിലിന് ഒരു മെഷർമെൻ്റ് ഉണ്ട്. മെഷർമെൻറ്റ് ഇപ്പോൾ ഞാനും വലിയ കാര്യമായിട്ട് അങ്ങനെ മെഷർമെൻറ്റ് നോക്കി ചെയ്യാറില്ല. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് കണ്ട് സെലക്ട് ചെയ്യുവാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എന്താ പറയുക പോയിൻറ്റ്സോ അല്ലെങ്കിൽ അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ എടുക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് ഇപ്പോൾ എനിക്ക് ഇത്രയും പരിചയമായല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. പിന്നെ വേണ്ട സാധനം സിസേഴ്സ്. ഇതുപോലെ ചെറിയ സിസറാണെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എംബ്രോയ്ഡറി സൂചിയിൽ നൂല് കോർക്കാൻ ഒത്തിരി പേര് യൂസ് ചെയ്യുന്നതാണ്. ഇത് എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൂചിയിൽ ചെറിയ ഹോളാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. സൂചിയിൽ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിവിടെ ഇത്രയും സ്പേസ് കിട്ടി. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ഇനി കോർക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നൂലിതിലേക്ക് ഇടുക. ഓക്കെ, അതിനുശേഷം സൂചി ഇങ്ങോട്ട് വലിക്കുക. സോ നമുക്ക് ഈസി ആയിട്ട് കോർക്കാൻ പറ്റും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്യാറില്ല. എനിക്കല്ലാതെ കൈവച്ചിട്ട് കോർക്കുന്നതാണ്. അപ്പോൾ ഈ സൂചിയിൽ എനിക്ക് ശരിക്കും പറഞ്ഞൊരു എന്താ പറയുക ഒരു 6-7 വരെ എനിക്കത് കോർക്കാൻ ഈസി ആയിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾക്ക് വേണ്ട സാധനമാണ് ഇത് ത്രെഡ് റിലീസ്. നമ്മളിപ്പോൾ എംബ്രോയ്ഡറി ചെയ്ത് ഭയങ്കരമായിട്ടും ഇതൊക്കെ കട്ട കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ടിംഗ് ടൂളാണിത്. സോ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങൾ. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ച് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് പരിചയപ്പെടാം. താങ്ക് യു.